ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. ഇത് വന്നിട്ട് ഒരു അടിപൊളി റോസിൻ്റെ കളക്ഷൻസാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ പുതുതായിട്ട് സ്റ്റോക്ക് വന്നപ്പോൾ വന്നിട്ടുള്ളൊരു റോസാണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫ്ലവറാണ്. കളർ കോമ്പിനേഷൻ ആയാലും ഇപ്പോൾ ആ ഒരു പൂവിൻ്റെ വ്യത്യസ്തമായ കളേഴ്സാണ് കാണിക്കുന്നത്. കളേഴ്സല്ല, ആ ഒരു ഓരോ തവണ വിരിയുമ്പോഴും ഓരോ ചേഞ്ചസ് ഉണ്ടാവും ഫ്ലവറിന്. അപ്പോൾ ഇത് ഒരു ദിവസം വിരിയുന്നതാണ്. ഇത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ടർ ലെയറിൽ മാത്രം ഒരു പിങ്ക് ഷെയ്ഡും ബാക്കി ഒരു ചന്ദന കളറും അങ്ങനൊരു സ്പ്രെഡ് പോലെ വരുന്നത്. നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ ഇത് ഇതുപോലെ ആവും ഫ്ലവർ. അതായത് കൂടുതലായിട്ട് ആ പിങ്ക് ഷെയ്ഡ് വരും. വിരിയുന്ന സമയത്ത് ഇത് ഇതുപോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓരോ തവണയും ഓരോ രീതിയിലാണിത് ഫ്ലവർ ചെയ്യുന്നത്. ഒരു 3-4 ദിവസം ആകുമ്പോൾ ഇത് ഇതുപോലെയാവും. കൂടുതൽ വൈറ്റും ആ ഒരു പിങ്ക് ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ഫെയ്ഡായിട്ട് കാണും. ഒന്ന് സ്പ്രെഡായിട്ടുള്ളത് പോലെ ആയിരിക്കും. തേർഡ് ഡേ ഒക്കെ ആകുമ്പോൾ ഇത് ചില സമയത്ത് ഇത് ഇതുപോലെ ആയിരിക്കും. അതായത് വിരിഞ്ഞ് കുറച്ച് ടൈം കഴിയുമ്പോൾ, അതായത് ഒരു സെക്കൻഡ് ഡേ ഒക്കെ ആകും നല്ലപോലെ വിരിഞ്ഞ് കഴിയുമ്പോൾ, നല്ലപോലെ അല്ല, അതിൻ്റെ പെറ്റൽസ് ഒന്നൊക്കെ ഒന്ന് വിടർന്ന് വരുമ്പോഴത്തേക്കും ഇത് ഈ ഒരു ടൈപ്പ് ആവും. അപ്പോൾ ഇതിൻ്റെ നല്ല തൈകൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളൊരു ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഇത് വന്നിട്ട് റെഡ് ഫ്ലോറിബണ്ട റോസാണ്. ഇത് വന്നിട്ട് മിനിയേച്ചർ റോസാണ് കേട്ടോ. മിനിയേച്ചർ യെല്ലോ ആണ്. വളരെ മനോഹരമായ റോസസാണ്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. നല്ല ബഞ്ചസ് ആയിട്ട് പൂക്കുന്നൊരു ടൈപ്പാണ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഒരു ബ്രാഞ്ചിൽ തന്നെ 3-4 ഫ്ലവറൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. കാരണം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നശിച്ചു പോകത്തില്ല, അങ്ങനത്തെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത്. ഇത് വന്നിട്ട് ഒരു പ്രത്യേക അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു റോസാണ്. നാടൻ ബഡ്ഡിങ് റോസാണ് കേട്ടോ ഇത്. നമ്മുടെ കാശ്മീരി റോസിൻ്റെ കൂട്ടുള്ളൊരു ഫ്ലവറാണ്. പക്ഷേ കാശ്മീരി റോസിനേക്കാളും ഒരു ഫ്ലവറിൽ പ്രത്യേകതയുണ്ട്. ഒരു കപ്പ് ഷേപ്പ് പോലെ വരുന്നതാണ്. നല്ല സ്മെല്ലാണ്. ഫ്രാഗ്രൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഒരു ചോയ്സാണ്. കാശ്മീരി റോസ് അല്ല ഇത്. കാശ്മീരി റോസിൻ്റെ ഒരു ടൈപ്പ് റോസാണ്. നല്ല പോലെ പൂക്കും, നിറയെ പൂക്കളാണ്. സമ്മർ സ്നോ പോലെയൊക്കെ നമുക്ക് പൂക്കുന്നൊരു ടൈപ്പാണ്. ഇത് വന്നിട്ട് നാടൻ ബഡ്ഡിങ് ആണ്. ഓറഞ്ച് ഫ്ലോറിബണ്ട റോസാണ്. ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയ തൈകളാണ്, കുഞ്ഞു തൈയൊന്നുമല്ല. ഏകദേശം 3-4-5 ബ്രാഞ്ചസ് ഉള്ള തൈകളാണ് ഇപ്പോൾ. തൈകളല്ല, 3-4-5 ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സ്റ്റോക്കുള്ളത്. പിന്നെ ഇത് വന്നിട്ട് ഒരു സ്പെഷ്യൽ റോസാണ്. ഇങ്ങനെ ബഞ്ചസ് ആയിട്ട് പൂക്കുന്ന പിങ്കും വൈറ്റും കോമ്പിനേഷനിലുള്ള പ്ലാന്റ്സ് ആണ്. ഇത് ട്രിവാൻഡ്രത്ത് ഹോം ഡെലിവറി വേണമെന്നുള്ളവർ പറയാട്ടോ. കാരണം ഇത് വലിയ പ്ലാന്റ്സ് ആണ്. ഹോം ഡെലിവറി ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. പിന്നെ വലിയ പോട്ടിലുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് 2 പ്ലാന്റ്സ് ഉണ്ട്. ട്രിവാൻഡ്രത്ത് ഹോം ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ട്രിവാൻഡ്രം ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് തരും. അത്രയും വലിയ പ്ലാന്റ്സ് ആണ്. ഈ വീഡിയോയിൽ കാണുന്ന സെയിം പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. ഇതും ഒരു റെയർ റോസായിട്ട് പറയാം. കാരണം ഒരുപാട് പെറ്റൽ കൗണ്ട്സോ കാര്യങ്ങളോ അതുള്ളത് ഇതുപോലെ ആയിരിക്കും ഇത് ഫ്ലവറിങ് ആവുന്നത്. ബാക്കിയുള്ള റോസ് പോലെ വിരിഞ്ഞൊന്നും വരില്ല, അത് ഇങ്ങനെ നിൽക്കും. ഇത് ബഞ്ചസ് ആയിട്ട് ഒരു പൂങ്കുലിൽ ഒരു 7-8 ഫ്ലവറും ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള റോസ് ഫ്ലവറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കളക്ഷൻസിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു റോസാണ്. പിന്നെ ഇഷ്ടംപോലെ മുള്ളുകളും ഉള്ളൊരു അടിപൊളി മിനിയേച്ചർ ടൈപ്പ് അല്ല, മിനിയേച്ചർ ലീവ്സ് ഒക്കെ നല്ല മിനിയേച്ചർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഇപ്പോൾ കാണിച്ച 2 പ്ലാന്റ്സും ട്രിവാൻഡ്രത്ത് കുറച്ചുകൂടെ പ്രിഫറൻസ് ഉണ്ട്. കാരണം നമുക്ക് കൊണ്ടുവന്ന് എത്തിച്ചു തരാനും എളുപ്പമാണ്. പാക്ക് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്കത് അയച്ചു തരുന്നതിനേക്കാളും നിങ്ങൾക്കത് ഡയറക്റ്റായിട്ട് കൊണ്ടുതരാനായിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് വന്നിട്ട് ബട്ടൺ റോസാണ്. ബട്ടൺ റോസിൻ്റെ ഒരുപാട് തൈകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ ഒരുപാട് തൈകളുണ്ട്. ബട്ടൺ റോസ്, അതുപോലെ അഹല്യ റോസ്, സമ്മർ സ്നോ റോസ്, മിനിയേച്ചർ യെല്ലോ റോസ്, ബോഡിക്ക റോസ്, പിന്നെ നാടൻ ഓറഞ്ച് റോസ്, പിന്നെ നാടൻ പീച്ച് റോസ്, ഇതിൻ്റെയൊക്കെ സ്റ്റോക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. കോൾ ചെയ്യേണ്ട, മെസ്സേജ് ഇട്ടാൽ മതി. കാരണം കോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് ഇടുക. മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക്
എല്ലാ വീഡിയോസിലും പറയുന്നുള്ളൊരു 10-10:30 എല്ലാ പേർക്കും റിപ്ലൈ തരും. കാരണം രാവിലെ എന്തെങ്കിലും തിരക്കൊക്കെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് വരുന്നതിന് എന്തൊക്കെ തിരക്കിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഒരുപാട് വട്ടം കിടന്ന് വിളിക്കേണ്ട. എനിക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇടില്ല എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരും. പിന്നെ ഒരു കാര്യം, എനിക്ക് വാട്സപ്പിൽ ബിസിനസ് അക്കൗണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റാത്തതിന് കാരണം ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 100-150 ഓർഡർ എങ്ങാണ്ടോ ആയിട്ടുണ്ട്. ടൈഗർ റോസിൻ്റെ വീഡിയോസ് കണ്ടിട്ടും അല്ലാണ്ടൊക്കെ ഒരു 150+ ഓർഡർ ഇപ്രാവശ്യം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ്, പിന്നെ ഹോം ഡെലിവറി വരുന്ന ഒരു അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഈ വാട്സപ്പിനകത്താണ് കിടക്കുന്നത്. അപ്പോൾ ഇതിന് ബിസിനസ് അക്കൗണ്ടാക്കി മാറ്റിക്കഴിഞ്ഞാൽ പഴയ ചാറ്റ്സും കാര്യങ്ങളെല്ലാം റിമൂവ് ആവും. അപ്പോഴത്തേക്കും എനിക്ക് നിങ്ങളുടെ അഡ്രസ്സ് കിട്ടാനോ അല്ലാന്നുണ്ടെങ്കിൽ മുമ്പ് പ്ലാൻസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരുടെയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ഫുള്ള് പോവും. അതുകൊണ്ടാണ് ബിസിനസ് അക്കൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യാത്തത്. ബിസിനസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ കുറച്ച് എളുപ്പമായിരിക്കും എന്ന് കുറച്ച് പേര് പറഞ്ഞു. അപ്പോൾ അതെന്തായാലും ബിസിനസ് അക്കൗണ്ട് ഉടനെ തന്നെ ഒരു വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങൾക്കും അപ്പോൾ കാറ്റഗറിയിൽ നിങ്ങൾക്ക് വന്നിട്ട് ഇപ്പോൾ ഏതൊക്കെ പ്ലാൻസ് അവൈലബിൾ ആണെന്ന് ചോദിക്കണ്ടല്ലോ. അതിനകത്ത് തന്നെ ഓൾറെഡി പ്രൈസും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു 2 വീക്സിനുള്ളിൽ എന്തായാലും ബിസിനസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത് വന്നിട്ട് കമൽ റോസാണ്. കമൽ റോസിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ സെയിം പ്ലാന്റ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇത് കുറച്ച് സ്റ്റോക്കുകളുള്ളൂ. ഒരു 10 പേർക്ക് 15 പേർക്ക് അകത്ത് തരാൻ മാത്രമേ ഈ ഒരു സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. കാരണം കമൽ റോസ് കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോംബോ നിറച്ച് ഓർഡർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കമൽ റോസ് കോംബോയിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് വളരെ കുറച്ച് മാത്രമേ സിംഗിളായിട്ട് തരാനുണ്ടാവുള്ളൂ. ഇത് വന്നിട്ട് ബട്ടർഫ്ലൈ റോസിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത്രയും പെറ്റൽസേ ഉണ്ടാവുള്ളൂ. ഒരു 10 പെറ്റൽസിനകത്തേ ഈ ഒരു റോസിൽ ഉണ്ടാവുള്ളൂ. ബട്ടർഫ്ലൈ റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഏകദേശം ഈ പ്ലാന്റ്സ്, ഈ വീഡിയോ കാണിക്കുന്ന സൈസ് പ്ലാന്റ്സ് തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത്. ഇത് കാശ്മീരി റോസും അല്ല, കാശ്മീരി റോസിൻ്റെ വെറൈറ്റി റോസാണ്. നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല നാടൻ പോലെ, നമ്മുടെ നാടൻ പോലെ തന്നെ നിന്ന് പൂക്കുന്നൊരു ടൈപ്പ് വെറൈറ്റിയാണ്. അപ്പോൾ ഇതും കളക്ഷൻസിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു വെറൈറ്റിയാണ്. കാരണം ഡെയിലി പൂക്കൾ തരുന്നതാണ്. ഇത് വന്നിട്ട് ഒരു അട്രാക്റ്റീവായിട്ടൊരു ഫ്ലവറാണ്. കാരണം സെൻറ്റർ പോർഷൻ കണ്ടില്ലേ, നല്ല ഇങ്ങനെ ഒരു ബാക്കിയുള്ള റോസിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെൻറ്റർ പോർഷനാണ്. പ്യുവർ വൈറ്റ് ആണ് കേട്ടോ ഈ ഒരു ഫ്ലവർ. അപ്പോൾ ഇതിൻ്റെയും ഇപ്പോൾ തൈകൾ ഉണ്ട്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഇത് വൈറ്റ് 7 ഡേ പോലെ തന്നെ, വൈറ്റ് 7 ഡേ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പൂക്കുന്നൊരു ടൈപ്പാണ്. വൈറ്റ് 7 ഡേ അല്ല, എന്നാലും അതേ കൂട്ടിന് നമുക്ക് ഫ്ലവർ തരുന്നൊരു റോസ് വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് തൈകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. വേണമെന്നുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. അത്യാവശ്യം വലിയ പൂക്കളാണ്. നല്ലൊരു വൈറ്റ് ഫ്രാഗ്രൻസ് ഉള്ളൊരു പ്ലാന്റാണ് കേട്ടോ. നേരത്തെ കാണിച്ച പ്ലാന്റാണ്. ആ ഒരു സെൻറ്റർ പോർഷനാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സാധാരണ എല്ലാ റോസ് പൂക്കൾക്കും അറിയാമായിരിക്കും ആ ഒരു സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ വരില്ല. പക്ഷേ ഈ ഒരു റോസ് ആ ഒരു സെൻറ്റർ പോർഷൻ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നൊരു ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകളേ ഉള്ളൂ കേട്ടോ. ഇത് വന്നിട്ട് ഒരു റെഡാണ്. അത്യാവശ്യം അടുക്കുകളുള്ള നല്ലൊരു ഹൈബ്രിഡ് റോസ് വെറൈറ്റിയാണ്. ഇതിൻ്റെയും ഏകദേശം ഒരു 15 തൈകൾക്കകത്തേ വരുള്ളൂ. അപ്പോൾ വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, വാട്സപ്പ് നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക. ഇതിനകത്ത് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. മിക്കവാറും ബുധൻ വ്യാഴം ദിവസങ്ങളായിരിക്കും അയക്കുന്നത്. അഹല്യ റോസാണ്. അഹല്യ റോസിൻ്റെയും നല്ല അടിപൊളി തൈകളിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ബഡ്ഡിങ്ങും നാടൻ ബഡ്ഡിങ്ങും ഉണ്ട്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സും ഇപ്പോൾ ഉണ്ട്. അഹല്യ റോസ് എന്ന് പറയുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡ്, നമ്മുടെ സമ്മർ സ്നോയുടെ തന്നെ പിങ്ക് കളറാണ് ഈ അഹല്യ എന്ന് പറയുന്നത്. ഒരു പിങ്ക് ഷെയ്ഡ് കയറി വരും. അപ്പോൾ ഇതിൻ്റെയും ഓൺ റൂട്ടഡും നാടൻ ബഡ്ഡിങ്ങും ആയിട്ടുള്ള തൈകളൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പ്ലാന്റ്സൊക്കെ വളരെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവരെ ഇതിലൊന്ന് കോണ്ടാക്ട് ചെയ്യും. അത്യാവശ്യം നല്ല ബ്രാഞ്ചസൊക്കെ ഉള്ള പ്ലാന്റ്സാണ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് റെഡ് മിനിയേച്ചർ റോസാണ്. റെഡ് മിനിയേച്ചറിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് പ്ലാന്റ്സാണ്. റെഡ് മിനിയേച്ചറിൻ്റെതും അത്യാവശ്യം ഒരു മീഡിയം സൈസ് പൂക്കളാണ്. ഇപ്പോൾ മിനിയേച്ചറിൻ്റെ കളക്ഷൻസിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ തന്നെ യെല്ലോ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ യെല്ലോയും ഓറഞ്ച് മിനിയേച്ചറും അവൈലബിൾ ആണ്. പിന്നെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നേരത്തെ കാണിച്ച ഒരു റെഡ് തന്നെയാണ് ഇപ്പോൾ ബഞ്ചസ് ആയിട്ട് പൂക്കുന്നത് കേട്ടോ. ഇതിനകത്ത് കാണുമ്പോൾ അറിയാം 6 ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിറഞ്ഞു പൂക്കുന്നൊരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ ഒരു പ്ലാന്റിലാണ് ഇങ്ങനെ ഫ്ലവർ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റ്സ് ആണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് നാടൻ പ്ലാന്റ്സ് ആണ്. ഒരുപാട് പേര് നാടൻ ചോദിക്കുന്നുണ്ട്. ഇത് വന്നിട്ട്
നാടൻ ബഡ്ഡിങ് ആണ്, നിറയെ പൂക്കുന്ന ഇതുപോലെ ബഞ്ചസ് ആയിട്ടൊക്കെ പൂക്കുന്ന നാടൻ ബഡ്ഡിങ് ആയിട്ടുള്ള തൈകളാണ്. നാടൻ ബഡ്ഡിങ് ആകുമ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ നല്ലപോലെ ബ്ലൂം ആവും. അപ്പോൾ നാടൻ ബഡ്ഡിങ്ങിൻ്റെ തൈകളാണ്. പിന്നെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലായിരിക്കും കൊറിയർ അയക്കുന്നത്. കാരണം ഇടയ്ക്ക് ടൈഗർ റോസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഓർഡേഴ്സ് വന്നു. അപ്പോൾ ആ ഓർഡേഴ്സ് എല്ലാം ഒരു 4 ദിവസം 5 ദിവസം കൊണ്ട് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ കൊറിയർ കിട്ടുന്നതിൽ ലാഗ് വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. കാരണം ഇത്രയും കൊറിയർ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാവുന്നതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.